ഇപ്പൊ നിങ്ങൾക്ക് തല ഹെഡ് ട്രാൻസ്പ്ലാന്റ് നടത്താനുള്ള ഒരു പ്രൊജക്ട് ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് വന്നിട്ടുണ്ട്. ബ്രെയിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ സ്റ്റാർട്ടപ്പ് അങ്ങനെ ഉണ്ടോ? അതായത് ഒരു ഡോണർ ഉണ്ടാവും, ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ഒരു ഡോണർ. ഓക്കെ, അയാൾക്ക് ശരീരം കൊണ്ട് കാര്യമില്ലല്ലോ, ബ്രെയിൻ ഡെഡ് ആണ്. അപ്പൊ വേറൊരാൾക്ക് ഇപ്പൊ എന്തെങ്കിലും തലച്ചോറ് എല്ലാം ഓക്കെയാണ്, പക്ഷെ ബോഡി കൊണ്ട് ഇപ്പൊ എന്തെങ്കിലും പാരലൈസ്ഡ് ആയിരിക്കും, ടെർമിനൽ ക്യാൻസർ അങ്ങനത്തെ എന്തെങ്കിലും രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതുപോലത്തെ ഒരാൾക്കാർക്ക് അവരുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു 8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഇത് നടത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് നമുക്കറിയില്ല. ആ വയസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായി എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കുക, നിങ്ങളെ തലെടുത്തിട്ട് വേറെ നല്ലൊരു ബോഡി നല്ല രീതിക്ക് ഫങ്ഷൻ ചെയ്യുന്ന ഒരാളുടെ ബോഡിയിൽ വെക്കുക, നിങ്ങൾക്ക് വേറൊരു ബോഡി കിട്ടും. ഈ റോബോട്ട്സ് വെച്ചിട്ടാണ്, ഫുൾ കംപ്ലീറ്റ്ലി AI വെച്ചിട്ടാണ്, അത്രക്കും പ്രിസിഷൻ കൂടിയിട്ടുള്ള റോബോട്ട്സ് വെച്ചിട്ടാണ് അവർ ഈ സർജറി ചെയ്യാൻ പോണെന്നാണ് അവരെ അവകാശപ്പെടുന്നത്. പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ നട്ടലും കണക്ട് ചെയ്യണം, നെർവ്സ് കണക്ട് ചെയ്യണം, ബ്ലഡ് വെസൽസ് കണക്ട് ചെയ്യണം, അതെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി